നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൂരാടം അല്ലെങ്കിൽ പൂർവ ആഷാഢം എന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇതിനൊരു വിശേഷണം കൊടുക്കുന്നത് ദ ഏർലി വിക്ടറി, ദ അൺഡിഫീറ്റഡ് എന്നൊക്കെ ഈ നക്ഷത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ ബന്ധം ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതിന് കാരണം ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് സാഗിറ്റാരിയസ് സോഡിയക് സൈനിലാണ്, വ്യാഴത്തിൻ്റെ. അതിൻ്റെ ചിഹ്നം ഒരു കുതിരയുടെ പുറത്ത് അസ്ത്രം തൊടുത്തു നിൽക്കുന്ന മനുഷ്യരൂപമാണ്. ഒരു ലക്ഷ്യവും അതിനുണ്ട്. അപ്പോൾ അവിടെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഒപ്പം തന്നെ ഈ നക്ഷത്രത്തിൻ്റെ സിമ്പിൾ അത് ആനക്കൊമ്പാണ്. ശത്രുനാശം അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രക്കാർ വിക്ടോറിയസ് ആയിരിക്കും, എവർ വിക്ടോറിയസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊപ്പം തന്നെ ആനക്കൊമ്പിന് ഒപ്പം തന്നെ ഒരു മുറം കൂടി ഇതിൻ്റെ ചിഹ്നമായിട്ട് കാണിക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യുന്നു, ശരിയും തെറ്റും നന്മയും തിന്മയും സെപ്പറേറ്റ് ചെയ്യുന്ന, വേർതിരിച്ചെടുക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ നക്ഷത്രക്കാർ അനാവശ്യമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കില്ല. ആവശ്യമായ ചുറ്റുപാട് വന്നാൽ അവർ അതിന് തയ്യാറാകും. അത് വിക്ടോറിയസ് ആകാൻ പല കാരണങ്ങളുമുണ്ട്. കാരണം ഈ പൂരാടം നക്ഷത്രക്കാരുടെ രാശിനാഥൻ വ്യാഴമാണ്, നക്ഷത്രാധിപൻ ശുക്രനാണ്. ഒന്ന് ദേവന്മാരുടെ ഗുരുവും മറ്റൊന്ന് അസുരന്മാരുടെ ഗുരുവും. ഈ ശുക്രാചാര്യർ പ്രത്യേകമായിട്ട് മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രക്രിയ അറിയുന്ന ഒരാളാണ്. പരാജയം ശുക്രാചാര്യർ ഉള്ളപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വരില്ല. അതാണ് ഒരു ഭാഗത്ത് ഈ നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം അവർ വേണ്ട സാഹചര്യത്തിൽ അത് നേടിയെടുക്കാൻ ധർമ്മം, അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം. അല്ലാതെ അനാവശ്യമായ ഒരു യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കലോ ഇവർക്കില്ല. ഇനി ഈ നക്ഷത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ ഡൈറ്റി, ദൈവം, അത് ആപ, ജലം. ആപ എന്നുള്ളതിന് വരുണന്റെ ഭാര്യ എന്നുകൂടി പറയുന്നുണ്ട്. ജലത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം, കാരണം അത് മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ബേസാണ്. ജലമില്ലാതെ ഈ മനുഷ്യ ശരീരത്തിൻ്റെ നല്ല ഭാഗവും ജലം കൊണ്ടാണ്. അപ്പോൾ ജലം ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്. ജലത്തിൻ്റെ സ്വഭാവങ്ങൾ, ജലം 2-3 സ്റ്റേറ്റ് ഉണ്ട് ജലത്തിന്. ഒന്ന് കട്ടിയായിട്ടുള്ള ഐസ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള സ്വഭാവക്കാരും ഈ നക്ഷത്രക്കാരിലുണ്ടാകും. മറ്റൊരു സ്വഭാവ രൂപവൽക്കരണത്തിന് സ്വാധീനിക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ മൃഗമാണ്. അത് വാനരനാണ്. വാനരൻ മനുഷ്യരുമായി ബന്ധപ്പെട്ട ചപലത കൂടുതലായിട്ട് കാണുന്ന ഒരു മൃഗമാണത്. ഈ നക്ഷത്രക്കാർ സംസാരം കൂടുതലായിരിക്കും ഇവർക്ക്.
അതുകൊണ്ട് തന്നെ ഈ വാനരന്മാരെ ഒരു 3 ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഒരു ഉപദേശം പോലെ കണ്ണ് പൊത്തിയും വായ മൂടിയും ചെവി പൊത്തിയുമുള്ള 3 വാനര ചിത്രങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കാറുണ്ട്. അത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്സ് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്കുള്ള ഒരു ഉപദേശമാണ്. അത് വാനരന്മാരിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. അത് ഈ നക്ഷത്രക്കാർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സന്ദേശമാണ്. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇവർക്ക് ദോഷം ചെയ്യും. എങ്ങനെയായാലും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇവർക്ക് സമുദായത്തിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു പ്രൊമോട്ടേഴ്സ് ആയിരിക്കും, മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നവരായിരിക്കും, നല്ല സംസാരശേഷിയുള്ളവരായതുകൊണ്ട് നേതൃനിരയിൽ നിൽക്കാൻ പറ്റിയവരായിരിക്കും. ആകാരം നല്ല പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഇവരെ എന്നും സമൂഹം ഓർമ്മിക്കും. ഇവരുടെ ഉപദേശങ്ങളും ഇവരുടെ പെരുമാറ്റങ്ങളുമൊക്കെ സ്മരിക്കപ്പെടുന്നതായിരിക്കും. അതിനൊരു കാരണം ഒരു കഥ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ മഹാഭാരതത്തിലെ ഒരു ഇതിഹാസ പുരുഷനെ നമുക്ക് ഈ നക്ഷത്രവുമായി ബന്ധപ്പെടുത്താം. അത് ഭീഷ്മാചാര്യരാണ്. ജലവുമായി ബന്ധപ്പെട്ടാണ് ജനനം. അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. അഷ്ടവസു ഒരാളാണ് ആപ എന്ന് പറയുന്ന ഈ നക്ഷത്രത്തിൻ്റെ ദൈവവും. പക്ഷേ വിശ്വാമിത്ര ശാപത്താൽ ഒരു അഷ്ടവസു മനുഷ്യനായി ജനിക്കേണ്ടി വന്നു. ആ മനുഷ്യനാണ് ഭീഷ്മാചാര്യർ. ഗംഗാദേവിയായിരുന്നു അമ്മ. അപ്പോൾ അവിടെ ഗംഗയും ജലവുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാം. ഭീഷ്മാചാര്യരുടെ പ്രവൃത്തികളും അങ്ങനെയായിരുന്നു. സ്വന്തം അനുജന്മാർക്ക് വേണ്ടി ജീവിതത്തിൽ എല്ലാം ബലിയർപ്പിച്ചു. കല്യാണം കഴിച്ചില്ല, ബ്രഹ്മചാരിയായി. അങ്ങനെ തന്നെ യുദ്ധത്തിൽ 100 പക്ഷമാണ് നിന്നത്. 100 പേരുടെ പക്ഷത്താണ് ഭീഷ്മാചാര്യർ നിന്നത്. കാരണം അവിടെ സിൻസിയറിറ്റിയാണ്. ഭീഷ്മാചാര്യ ജീവിച്ചിരുന്നത് ദുര്യോധനന്റെ കൂടെയാണ്. അപ്പോൾ ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്തു. എങ്കിലും ധർമ്മത്തെ ഭീഷ്മാചാര്യർ ഒരിക്കലും വെടിഞ്ഞിട്ടില്ല. ശരശയ്യയിൽ പോലും നല്ല ഉപദേശങ്ങളാണ് ഭീഷ്മാചാര്യർ കൊടുത്തത്. അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു ക്യാരക്ടർ മഹാഭാരതത്തിൽ ഇല്ല. ധർമ്മത്തിന് വേണ്ടി നിന്ന, ഇത്രയും ശക്തമായിട്ട് ധർമ്മത്തിന് വേണ്ടി നിന്ന ഒരു ആചാര്യൻ വേറെ ആരുമില്ല. അപ്പോൾ ഭീഷ്മാചാര്യരുടെ പല സ്വഭാവങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ചില ഇൻവോൾവ്മെന്റ് കൊണ്ട്, അനാവശ്യമായിട്ടുള്ള ചില ഇൻവോൾവ്മെന്റ് കൊണ്ട് ഒരുപാട് സഹിക്കേണ്ടിയും വരുന്ന നക്ഷത്രക്കാരാണിത്. ഭീഷ്മാചാര്യരെ പോലെ തന്നെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യരുത്. കാരണം ഈ മൃഗം വാനരനാണ്. മർക്കടമുഷ്ടി എന്നൊരു സ്വഭാവമുണ്ട് വാനരൻ. അത് ഈ നക്ഷത്രക്കാർക്കും നമുക്ക് കാണാൻ പറ്റും. അനാവശ്യമായ ചില കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ നിലനിന്ന് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. സംസാരശേഷി അതിശക്തമായിട്ട് ഉള്ളത് കൊണ്ട് ജർമ്മൻ ജനതയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. അത് സംസാരശേഷിയാണ്. ആ ഒരു ശേഷി ദുരുപയോഗപ്പെടുത്തി ഒരു ലോകമഹായുദ്ധത്തിന് കാരണമായി. ഇതും ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഗുണവും
ദോഷവും നമ്മുടെ കഴിവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ, കാരണം ഈ നക്ഷത്രത്തിൻ്റെ ഒരു സിമ്പിൾ അത് മുറമാണ്. നമുക്ക് വേർതിരിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും. ശരിയും തെറ്റും, തിന്മകളും നന്മകളും അതൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് ഭൂരിഭാഗം പുരാടം നക്ഷത്രക്കാർക്കും ഉണ്ടാകും. എങ്ങനെയായാലും ഇതൊരു വിജയത്തിൻ്റെ നക്ഷത്രമാണ്. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അതുപോലെ തന്നെ ആപ എന്ന ദേവതയുടെയും എല്ലാം സാന്നിധ്യം, ജലത്തിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളതാണ്. ചെറിയ വിപരീതമായ സാഹചര്യങ്ങൾ വരുന്നത് ചന്ദ്രന്റെ സ്വാധീനം എപ്പോഴും അതിൻ്റെ ബലം ചന്ദ്രന്റെ പക്ഷബലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷബലമില്ലെങ്കിൽ ചന്ദ്രന്റെ സ്വാധീനം വിപരീതമായിട്ട് മാനസികമായിട്ടൊക്കെ വിപരീതമായ പല ഫലങ്ങളും ഉണ്ടാക്കും. അങ്ങനെയുള്ള ചെറിയ വ്യതിയാനങ്ങൾ, ഫലത്തിലുള്ള വ്യതിയാനങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. നമ്മൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് ഈ നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങൾ, കാരണം ഗുണങ്ങളാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഒരു ജനങ്ങളെ സ്വാധീനിക്കാനും സമൂഹത്തിന് ഒരു പുതിയ വഴി തെളിച്ചു കൊടുക്കുവാനും കഴിയുന്ന ഒരു നക്ഷത്രമാണ്. എല്ലാവരും ഒരുപാട് കാലം ഓർക്കാൻ സാധ്യതയുള്ള ആൾക്കാരായിരിക്കും ഭൂരിഭാഗം പുരാടം നക്ഷത്രക്കാരും. ഇവർക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ജലസംബന്ധമായ രോഗങ്ങളൊക്കെ ആയിരിക്കും അധികവും. പ്രമേഹമുണ്ടാകും, ഒപ്പം തന്നെ ഈ ജലദോഷം, അങ്ങനെയുള്ള ജലസംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ ഇവർക്കുണ്ടാകും. അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ജീവിതചര്യ ഉണ്ടാക്കുകയാണ് അതിനുള്ള വഴി. ഇനി ചില ദോഷങ്ങൾ പരിഹരിക്കാൻ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയാം. കാരണം ഈ ആപ എന്ന ദൈവത്തിൻ്റെ മക്കൾ ആയിട്ട് നാം കണക്കാക്കുന്നുണ്ട് മെർമെയ്ഡ്സ്, മത്സ്യ കന്യകൾ. അത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ചിത്രം ഈ നക്ഷത്രക്കാരുടെ മുറിയിൽ സൂക്ഷിക്കുന്നത്, അലങ്കരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അനന്തശയനം, സാഗരത്തിൽ വിശ്രമിക്കുന്ന വിഷ്ണുവിൻ്റെ ചിത്രം, അതും ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ദർശനം ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ഇവരുടെ പ്രൊഫഷൻ സൈഡ്, ജലസംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊഫഷൻസും ഇവർക്ക് അനുകൂലമായിരിക്കും. ഈ ട്രേഡിങ്ങിലാണെങ്കിൽ സമുദ്രോൽപ്പന്ന വസ്തുക്കൾ ട്രേഡ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ ഇവർ അതിലൊക്കെ വളരെ നന്നായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ ഷിപ്പിംഗ് മേഖല, ഷിപ്പിംഗ് അതിൻ്റെ ഈ ഫാക്ടറികളിൽ ജോലി, അല്ലെങ്കിൽ നാവി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലികളൊക്കെ ഇവർക്ക് വളരെ അനുയോജ്യമായിരിക്കും. ഏത് തരത്തിലുള്ള ജോലികളും, കാരണം ശുക്രനും വ്യാഴവും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് ശുക്രന്റെ സാന്നിധ്യത്തിൽ ഈ കലാപരമായിട്ട് വളരെ നന്നാകാൻ, നല്ല ആക്ടേഴ്സ് ആകാനൊക്കെയുള്ള യോഗമുണ്ട്. എഴുത്തുകാരാകാം. കാരണം എല്ലാത്തിനും ഈ ഒരു വഴി ഈ നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹ സംബന്ധമായിട്ട് അനുകൂലമാണെങ്കിൽ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡ്, വ്യാഴ സാന്നിധ്യം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇവർ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ തന്നെ നല്ല ഒറേറ്റേഴ്സ് ആകും, പൊളിറ്റീഷ്യൻസ് ആകാം. പല രംഗങ്ങളിലും, ഒരുവിധം പല രംഗങ്ങളും ഇവർക്ക് അനുകൂലമായിട്ടുണ്ട്. അത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ ഈ നക്ഷത്രക്കാർ നല്ല
അനുഭവങ്ങളും പുരോഗമനങ്ങളും ഉണ്ടാവും. കൂടുതലായി പറയുന്നില്ല. തൽക്കാലം ഇത്രമാത്രം. നിങ്ങൾക്കെല്ലാം എൻ്റെ ആശംസകൾ. താങ്ക്സ്.